വല്ല വഴിയും പറഞ്ഞു തരുമോ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചപ്പോ നബി പറഞ്ഞു കൊടുത്തു പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് പോകാരാ, പള്ളിപ്പറമ്പിലെ കബറാളുകളുടെ ചാരത്ത് പോകാരാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പള്ളിപ്പറമ്പിൽ നിന്നുകൊണ്ട് കൂട്ടുകാരോട് അയാ പറയുകയാ, എല്ലാവരും പൊക്കോ, എനിക്ക് കുറച്ചു നേരം ഇവിടെ നിൽക്കണം, എനിക്ക് കുറച്ചു നേരം ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളിപ്പറമ്പിലെ ഏറ്റവും പഴക്കം ചെന്ന കബറിന്റെ ചാരത്തേക്ക് പോവുകയാണ്. ഏറ്റവും പഴക്കം ചെന്ന ഒരു കബറിന്റെ ചാരത്ത് നിന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കരയുകയാ. പള്ളിപ്പറമ്പിലെ ഒരു കബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് മിണ്ടാതെ ഇരുന്ന് കരയുകയാ. അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കരയുകയാണ്, മിണ്ടാതെ ഇരിക്കുകയാണ്, ഒന്നും പറയുന്നില്ല, ഒരക്ഷരം പോലും പറയാതെ കബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ അതാ കബർ ചോദിക്കുകയാ, ഒരുപാട് സമയമായല്ലോ എന്റെ ചാരത്ത് വന്നിരുന്ന് കരയാൻ തുടങ്ങിയിട്ട്, എന്നോടൊന്നും ചോദിക്കാറില്ലോ, എന്റെ വയറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനെ കുറിച്ചൊന്നും ചോദിക്കാറില്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അതാ കബറിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയോ, കബറേ, നിന്റെ റൂമിന്റെ വീടിന്റെ അകത്തേക്ക് കബറിന്റെ അകത്തേക്ക് ഒരു മനുഷ്യനെ ഇറക്കി വെച്ചാൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അതാ കബറിനോട് തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിക്കുമ്പോ കബർ പറയുകയാ, മസഖത്തുൽ അക്ഫാർ വശറഖത്തുൽ മുഖ്ലതൈൻ വാകൽതുൽ ലഹുമാ. കബർ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ വയറിന്റെ അകത്തേക്ക് ഒരു മനുഷ്യനെ എന്ന് ഇറക്കി വെച്ചാൽ അവന്റെ കഫൻ തുണികൾ വലിച്ചെറിയുകയാണ്, അവന്റെ കഫൻ തുണികൾ വലിച്ചു കീറുകയാണ്. അവന്റെ കണ്ണുകളുണ്ടല്ലോ, അവന്റെ കണ്ണുകളുണ്ടല്ലോ അതാ കുത്തിപ്പൊട്ടിക്കുകയാണ്, അവന്റെ ശരീരം മുഴുവനും പുഴുക്കൾ തിന്നുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ഖബർ പറഞ്ഞു കൊടുക്കുമ്പോ കിടന്ന് നിലവിളിക്കുകയാ. പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. ഉമർ തങ്ങളുടെ കരച്ചിലുണ്ടല്ലോ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കരച്ചിൽ കണ്ടിട്ട് ഖബറിന് പോലും സങ്കടം തോന്നിപ്പോയടാ ചെറുപ്പക്കാരാ, ഖബറിന് പോലും അതുപോലെ കരഞ്ഞടാ. പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് കിടന്നിട്ട് അല്ലാഹുവേ, പടച്ചറപ്പിനെ കുറിച്ച് ഓർത്തിട്ട്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ട് പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് കിടന്ന് നിലവിളിക്കുമ്പോ കബറിന് പോലും വിഷമം തോന്നുകയാ, കബറിന് പോലും സങ്കടം തോന്നുകയാ. ആ കബർ പോലും ചോദിക്കുകയാ, അല്ലദുല്ലുകഅല അക്ഫാനി ലാ തുബിലാ. കബർ പോലും ഉമർ തങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട് ആ കബർ പോലും പറഞ്ഞു കൊടുത്തു, എന്റെ വീടിന്റെ അകത്ത് രക്ഷപ്പെടാൻ ഞാൻ തന്നെ വഴി പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിനെ പേടിക്കടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കൂ എന്റെ പ്രിയപ്പെട്ട പെണ്ണുകളെ. അല്ലാഹുവിനെ പേടിക്കുമോള്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യര് പടച്ചറപ്പ് നല്ല മരണം കൊടുക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരുമ്പോ ആർക്കാ അല്ലാഹുവിനെ പേടിയുള്ളത്? ആർക്കാണ് പടച്ചവനെ പേടിയുള്ളത്? ആർക്കാ പടച്ചറപ്പിനെ പേടിയുള്ളത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചറപ്പിനെ പേടിച്ച് ജീവിച്ച മനുഷ്യനാ. അതുകൊണ്ട് ആ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് മോദി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുറക്കെ പറഞ്ഞു. പടച്ചവനെ മയ്യത്ത് കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കടന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ, അള്ളാഹുവിനെ പേടിക്ക്, NRCയെ പേടിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ എല്ലാവരും NRCയാ പേടിക്കണേ, എല്ലാവർക്കും പൗരത്വ ബില്ലിനെയാ പേടി. അള്ളാഹ് ആരും